also fashion. North Republic. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ co-sponsored by Amstrad, The all new next generation air conditioners. Abir Medical Group, Healthcare you can trust. സ്വയംവര സിൽക്സ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. KSFE ഗോൾഡ് ലോൺ, ഗ്രാമിന് കൂടുതൽ തുക, ഏറ്റവും വേഗത്തിൽ. നമസ്കാരം. എറണാകുളം, തൃശൂർ ജില്ലകളിലായി പരന്നു കിടക്കുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലാണ് ഇന്ന് വേർഡിക്റ്റിന്റെ ടീം എത്തിയിരിക്കുന്നത്. പൊതുവെ വലതുപക്ഷ രാഷ്ട്രീയത്തോട് ചായ്വ് കാണിച്ചിട്ടുള്ള മണ്ഡലമാണ് ചാലക്കുടി. മുൻപ് മുകുന്ദപുരമായിരുന്ന മണ്ഡലം. അത് ചാലക്കുടി ആയപ്പോഴും അവർ വലതു ചായ്വ് നിലനിർത്തി. പക്ഷേ വേണ്ടി വന്നാൽ ഇടതുപക്ഷത്തേക്ക് ചായാനും തങ്ങൾക്ക് മടിയില്ല എന്ന് തെളിയിച്ചൊരു ജനക്കൂട്ടമാണ് ഇവിടെയുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അവിടെ സ്ഥാനാർത്ഥികളെ തൃശൂരും ചാലക്കുടിയും മാറ്റി കോൺഗ്രസ് ഒരു അതിസാഹസികത കാട്ടിയപ്പോൾ LDF കാണിച്ചത് ഒരു പരീക്ഷണമായിരുന്നു. അവർ താരപരിവേഷമുള്ള ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി. പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അവർക്ക് പോലും അവിശ്വസനീയമാം വിധം 13,000-ലധികം ഭൂരിപക്ഷത്തോടെ ഇന്നസെന്റ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇക്കുറി അദ്ദേഹം രണ്ടാം ഊഴം തേടുകയാണ്. പാർട്ടി സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ട് ഒരു വികസന അജണ്ട അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്നു. താൻ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനങ്ങൾ എന്താണ് എന്ന് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഈ വികസനത്തിൽ തൃപ്തരാണോ ഇവിടുത്തെ ജനത? പ്രളയകാലത്ത് തങ്ങളെ കയറ്റുന്നതിൽ ഈ MP എത്രത്തോളം വിജയിച്ചു? ഇതിലൊക്കെ എന്താണ് ഇവരുടെ മനസ്സ്? നമുക്കറിയാം. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഒപ്പം തന്നെ പാർട്ടികളെ പ്രതിനിധീകരിച്ച് നമുക്ക് ഒപ്പം എത്തിയിട്ടുണ്ട് അതിഥികൾ. ഇവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കറിയാം. വേർഡിക്റ്റിലേക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് NC മോഹനൻ. അദ്ദേഹം CPIM സെക്രട്ടേറിയറ്റ് അംഗമാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. മുഹമ്മദ് ഷിയാസ് DCC വൈസ് പ്രസിഡന്റാണ്. കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ്. വളരെ കൃത്യമായൊരു നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ കൈക്കൊണ്ടിട്ടുള്ള കിഴക്കമ്പലം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് KV ജേക്കബ് നമുക്കൊപ്പമുണ്ട്. കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KV ജേക്കബ് കൃത്യമായ രാഷ്ട്രീയ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുള്ളവരാണ്. 2020 മുന്നണിയാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. ശ്രീ KV ജേക്കബും ചർച്ചയിൽ നമ്മോടൊപ്പമുണ്ട്. ഒപ്പം തന്നെ പ്രബുദ്ധരായ വോട്ടർമാരും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമുക്കൊപ്പമുണ്ട്. ചർച്ച ആരംഭിക്കുകയാണ്. ആദ്യം അഡ്വക്കേറ്റ് മോഹനൻ. ഒരു വികസന കാർഡ് മുൻനിർത്തിയാണ് LDF ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം എന്ത് ചെയ്തു എന്നത് ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇന്നസെന്റ് MP പോകുമ്പോൾ ആ വികസന തുടർച്ചയാണ് ഇനിയും അടുത്ത 5 വർഷവും നമുക്ക് വേണ്ടത് എന്നത് തന്നെയാണോ നിങ്ങൾ ഊന്നി പറയുന്നത്? നേരത്തെ ആമുഖമായി പറഞ്ഞതുപോലെ ഇന്നത്തെ ചാലക്കുടി മണ്ഡലത്തിൻ്റെ ചരിത്രം പഴയ മുകുന്ദപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ തുടർച്ചയാണ്. മുകുന്ദപുരം പാർലമെൻറ്റ് മണ്ഡലം ഒരുപാട് മഹാരഥന്മാരാൽ പ്രതിനിധീകരിക്കപ്പെട്ട മണ്ഡലമാണ്. 2009 ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലം രൂപം കൊള്ളുന്നത്. മുകുന്ദപുരം പാർലമെൻറ്റ് മണ്ഡലമായിരുന്നപ്പോഴും പിന്നീട് 2009 മുതൽ 2014 വരെ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലമായിരുന്നപ്പോഴും സമാനതകളില്ലാത്ത വിധത്തിൽ, ആ കാലഘട്ടങ്ങളോടൊന്നും താരതമ്യപ്പെടുത്താനാകാത്ത വിധത്തിൽ 2014 മുതൽ 2019 വരെ ചാലക്കുടിയെ പ്രതിനിധീകരിച്ച ബഹുമാന്യനായ സഖാവ് ഇന്നസെന്റ് നിർവഹിച്ച വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിലെ പ്രബുദ്ധരായ സമ്മതിദായകരുടെ മുൻപാകെ സമർപ്പിക്കുന്ന ഒന്നാമത്തെ രാഷ്ട്രീയ അജണ്ട. എന്തുകൊണ്ടെന്നാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു പാർലമെൻറ്റ് അംഗത്തിന് ഒരു വർഷം പ്രാദേശിക വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നത് 5 കോടി രൂപയാണ്. 5 കൊല്ലം കൊണ്ട് ആകെ കിട്ടുന്ന തുക 25 കോടിയാണല്ലോ. ആ 25 കോടി രൂപ 7 അസംബ്ലി മണ്ഡലങ്ങളിലായി വിനിയോഗിക്കുന്നതിൻ്റെ ഒപ്പം നാടിൻ്റെ നാനാ മേഖലകളിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ആവലാതികളും അഭിലാഷങ്ങൾക്കും അനുസരിച്ച് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട്
കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് നേടിയെടുത്ത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഇച്ഛാശക്തിയോടുകൂടിയിട്ടുള്ള പ്രവർത്തനം നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്തതാണ് എന്ന വസ്തുത എല്ലാവരും തലകുലുക്കി സമ്മതിക്കും. വികസനത്തിൻ്റെ ഗുണഭോക്താക്കൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. ഇന്നസെൻ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയാണെന്നുള്ളത് കൊണ്ട് നടപ്പിലാക്കപ്പെടുന്ന വികസനത്തിൻ്റെ ഗുണഭോക്താക്കളായി കോൺഗ്രസിൻ്റെ സ്നേഹിതന്മാരുണ്ടാകും, BJPയുടെ സ്നേഹിതന്മാരുണ്ടാകും. അതുകൊണ്ട് വികസനത്തിൽ നമുക്ക് രാഷ്ട്രീയമില്ല. വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്നുള്ള പ്രഖ്യാപിത നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിൽ 1750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ചരിത്രപരമായ നേട്ടം കൈവരിച്ചുകൊണ്ടാണ് ഇന്നസെൻ്റ് രണ്ടാം ഊഴത്തിന് പ്രബുദ്ധരായ സമ്മതിദായകരെ സമീപിക്കുന്നത്. രണ്ടാമത്തെ കാര്യം കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം. മറ്റൊന്ന്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഇത് ദേശീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ആ ദേശീയ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായി രൂപപ്പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ആ രാഷ്ട്രീയ സാഹചര്യങ്ങളും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിന്നിട്ട 1000 ദിവസങ്ങൾ കൊണ്ട് കൈവരിച്ച ഒന്നാന്തരമായ വികസനക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ അംഗീകാരവും, ഈ 3 ഘടകങ്ങളെ കൈമുതലാക്കിക്കൊണ്ടാണ് സഖാവ് ഇന്നസെൻ്റ് മത്സരിക്കുന്നത്. ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിലെ പ്രബുദ്ധരായ സമ്മതിദായകർ, ആ മഹാഭൂരിപക്ഷം വരുന്ന സമ്മതിദായകർ ഇന്നസെന്റിനെ സ്വീകരിക്കും എന്ന ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. മുഹമ്മദ് ഷിയാസ്, ഇപ്പോൾ വികസനം അത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അത് മുൻനിർത്തിയാണ് അവർ വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. കൃത്യമായി ഓരോ മണ്ഡലത്തിലും എന്ത് ചെയ്തു, എത്ര ലക്ഷം രൂപ ചെലവിട്ടു എന്നതിൻ്റെ വലിയൊരു വികസന കാർഡുമായാണ് അവർ വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അവർക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. മറുവാദമായി നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് എന്താണ്? ഇവിടെ ചാലക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലം ഇത് പഴയ മുകുന്ദപുരമാണ്. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമുള്ള ഒരു പാർലമെന്റ് നിയോജക മണ്ഡലമാണ്. പനമ്പള്ളി ഗോവിന്ദമേനോനെ പോലെ, ലീഡർ ശ്രീ കെ കരുണാകരനെ പോലെയുള്ള ആളുകൾ വളരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു പാർലമെന്റ് മണ്ഡലം. അതുകൊണ്ട് തന്നെ വളരെ സുശക്തമായി ഞങ്ങൾക്ക് വിശ്വാസപൂർവ്വം പറയാൻ കഴിയുന്നത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നസെൻ്റ് MP എന്ന് പറയുന്ന 5 വർഷക്കാലത്തെ MP, അദ്ദേഹം ഒരു പാർട്ട് ടൈം MP ആയിരുന്നു. അദ്ദേഹം തന്നെ നിരവധി ചർച്ചകളിലൂടെ ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് മുഴുവൻ സമയവും ജനങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിയില്ല, ഞാനൊരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തൊഴിലിൻ്റെ ഭാഗമായി മുഴുവൻ സമയവും ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു MP-ക്ക് ഒരു മാസം കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ അലവൻസ്, അദ്ദേഹത്തിൻ്റെ ശമ്പളം, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് ഉപയോഗിക്കാനുള്ള ഡീസൽ എന്നുവേണ്ട എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അയക്കുന്ന ഒരു ജനപ്രതിനിധിയെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം മുഴുവൻ സമയവും ജനങ്ങളോടൊപ്പം, വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം, ജനങ്ങളുടെ ക്ഷേമ പരിപാടികളിലും അവരുടെ എല്ലാ സാഹചര്യങ്ങളിലും, അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാം കൂടെയുണ്ടാകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് ഞാൻ ഉണ്ടാകില്ല എന്ന് ഒരു MP ജനങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് പോലും കൃത്യമായി ഒരു ചോദ്യങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കുന്ന, ഇന്ത്യയിൽ പാർലമെന്റിനകത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഒരു ബില്ലിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് ഒരു ചോദ്യം പോലും ചോദിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഈ പാർലമെന്റ് മെമ്പർ തന്നെ ഈ രാജ്യത്തെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, ഞാനൊന്ന് പറയട്ടെ. അവകാശവാദത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. എങ്ങനെയാണ് 1750 കോടി രൂപ അനുമോദനം ഏറ്റുവാങ്ങുകയും ചെയ്തത് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. പെരുമ്പാവൂർ ബൈപ്പാസ്, പെരുമ്പാവൂർ ബൈപ്പാസ് അദ്ദേഹം പറഞ്ഞത് 111.87 കോടി രൂപയാണ് എന്നാണ് പറഞ്ഞത്. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയാണ്, കിഫ്ബിയിലൂടെ പറയുന്ന പദ്ധതിയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? 111.87 കോടി രൂപ. യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റ് വകയിരുത്തിയിരിക്കുന്നത് 133.24 കോടി രൂപയാണ്. അപ്പോൾ യഥാർത്ഥ കണക്ക് പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ് ഇതിനകത്തെ വസ്തുത. രണ്ടാമത് സീപോർട്ട് എയർപോർട്ട് റോഡിന് 480 കോടി രൂപ.
ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 430 കോടി രൂപയാണ് ഈ പദ്ധതിയിൽ ഗവൺമെന്റ് ചെലവഴിക്കാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം നോട്ടീസിൽ അച്ചടിച്ചിരിക്കുന്നത് 480 കോടി രൂപ. അപ്പോൾ 50 കോടി രൂപ അദ്ദേഹം എവിടെ നിന്നാണ് ചെലവഴിക്കുന്നതെന്ന് പറയാനുള്ള മറുപടി കൂടി ഉണ്ടാകണം. അങ്കമാലി ബൈപ്പാസ്, അവിടെ കിഫ്ബി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ ഗവൺമെന്റ് വിളിച്ചു ചേർത്ത, മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ MP പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് ആ യോഗം മാറ്റിവെച്ചു. അത് മാത്രമല്ല, കാലടിപ്പാലം, ഞാൻ പറഞ്ഞുതരാം, കാലടിപ്പാലം സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകിയിട്ടില്ല. കാലടിപ്പാലത്തിന് ഇദ്ദേഹം ഇറക്കിയിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത് കാലടിപ്പാലം തൊട്ടരികെ എന്നാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഭരണാനുമതി നൽകിയിട്ടില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് ശബരി റെയിൽപാതയാണ്. ആ ശബരി റെയിൽപാതയ്ക്ക് 527 കോടി രൂപയാണ് സെൻട്രൽ ഗവൺമെന്റ് വകയിരുത്തിയിരിക്കുന്നത്. എത്രയോ വർഷക്കാലമായി അതിന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവിടെ ഈ 527 തന്നെ ഇടതുപക്ഷത്തിന്റെ MP ആയിട്ടുള്ള ഇടുക്കിയിൽ നിന്നുള്ള ജോയ്സ് ജോർജ് 4 പാർലമെന്റ് സെഗ്മെന്റിൽ കൂടിയാണ് ഈ ശബരിപാത കടന്നു പോകുന്നത്. അദ്ദേഹം അവിടെ ഇടുക്കിയിൽ അവകാശപ്പെടുന്നത് ഈ ശബരിപാതയിൽ 380 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഇടുക്കി പാർലമെന്റിലാണ് നടക്കുന്നതെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് 527 കോടി രൂപയുടെ വികസനം ഈ ചാലക്കുടി പാർലമെന്റിൽ നടക്കുന്നത്? അതുമാത്രമല്ല, അങ്കമാലി ടെക്നോളജി സെന്റർ KSRTC തന്നെ പറയുന്നത് 130 കോടി രൂപയാണ് അതിന്റെ ചെലവെന്ന് പറയുന്നത്. ഇദ്ദേഹം ഭാവനാസമ്പന്നനായതുകൊണ്ട്, ഇതിന്റെ ഏറ്റവും വലിയ ഭാവനാസമ്പന്നനായതുകൊണ്ട് ഇത് 200 കോടിയാക്കി അദ്ദേഹം ജനങ്ങൾക്ക് അടിച്ചു കൊടുത്ത് ലീഫ്ലെറ്റിൽ പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ഇവിടെ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഇതുപോലെ കള്ളക്കണക്കുകൾ ഉണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ശ്രീ NC മോഹനൻ പറഞ്ഞതുപോലെ ഒരു പാർലമെന്റ് മെമ്പർക്ക് 5 കോടി രൂപ ഒരു വർഷം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ചെലവഴിക്കാനുള്ള തുക ലഭിക്കും. ആ തുകയിൽ പോലും 17.46 കോടി രൂപയാണ് ഇതുവരെ ചെലവ് ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞത് 17.50 കോടി രൂപയാണ് യഥാർത്ഥത്തിൽ ചെലവ് ചെയ്തിട്ടുള്ളൂ. ആ പോയിന്റ് എന്നുള്ളത് എടുത്തു മാറ്റി 1750 ആക്കി ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് ഇന്നസെന്റ് നടത്തിയിട്ടുള്ളതാണ്. അതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഇവിടെ ഇവർ പറയുന്നത് പോലെയുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും ഈ കാരണം KP ധനപാലൻ ഇതിനു മുമ്പ് പാർലമെന്റ് മെമ്പർ ആയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് 25,000 കോടി രൂപയുടെ പ്രവർത്തനം ഈ ചാലക്കുടി BPCL 25,000 കോടി രൂപ. ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് മെട്രോയുടെ പ്രവർത്തനവും തുടങ്ങുന്നത്. ഇവിടെയാണ് ഇൻഫോ പാർക്കിന്റെ ഫേസ് 2 പ്രവർത്തനം നടക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ KP ധനപാലൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മിനിമം 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയെന്ന് ജനങ്ങൾക്ക് അച്ചടിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് എട്ടുകാലി മമ്മൂഞ്ഞിനെ തോൽപ്പിക്കുന്ന പ്രവൃത്തിയാണ്. എട്ടുകാലി മമ്മൂഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്തേനെ, യാതൊരു സംശയവും വേണ്ട. അങ്ങനെയെങ്കിൽ അത്ര വലിയ വികസന പ്രവർത്തനം നടത്തിയ KP ധനപാലനെ എന്തുകൊണ്ട് പാർട്ടി മത്സരിപ്പിച്ചില്ല ഇവിടെ എന്നത് പ്രസക്തമായ ചോദ്യമല്ലേ? പാർട്ടിക്കകത്ത് 2 സ്ഥാനാർത്ഥിമാർ, ശ്രീ PC ചാക്കോ തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് പാർട്ടിയാണ്. KP ധനപാലൻ ചാലക്കുടിയിൽ നിന്ന് തൃശ്ശൂർ മത്സരിക്കാൻ തീരുമാനിച്ചത് പാർട്ടിയാണ്. അതിന്റെ തീർച്ചയായും അതുകൊണ്ട് 2 സീറ്റുകൾ നഷ്ടപ്പെട്ടു പാർട്ടിക്ക്. അതാണ് അന്തിമം വേണ്ടത്. ഞാൻ എത്താം. പറയൂ. എന്റെ സ്നേഹിതൻ ശ്രീ ഷിയാസ്, പ്രിയപ്പെട്ട ശ്രീ ഇന്നസെന്റ് MP അച്ചടിച്ച് ബഹുജനങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുക മാത്രമല്ല, ആലുവ ഗസ്റ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരെ വിളിച്ചു ചേർത്ത് പത്രസമ്മേളനം നടത്തി ആ പുസ്തകം, 80 പേജുള്ള പുസ്തകം മാധ്യമപ്രവർത്തകരുടെ മുൻപാകെ വെച്ചിട്ടാണ് പ്രകാശനം ചെയ്തത്. എനിക്ക് ശ്രീ ഷിയാസിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്ര കഷ്ടപ്പെട്ട ആ പുസ്തകം ഒന്ന് ആവർത്തിച്ച് വായിച്ച് പഠിച്ചതിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പുസ്തകം പിന്നെ ഞാൻ പറയട്ടെ, അങ്ങ് വളരെ അഭിമാനത്തോടു കൂടി ശ്രീ KP ധനപാലന്റെ പെർഫോമൻസിന്റെ കണക്ക് ഇവിടെ പറഞ്ഞല്ലോ. KP ധനപാലന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്ത 5 കൊല്ലക്കാലത്തേക്ക് വേണ്ടി കൊടുത്ത 25 കോടി രൂപയിൽ ചിലവഴിക്കപ്പെടാതെ അവശേഷിപ്പിച്ചിട്ട് പോയ 2.5 കോടി രൂപ ഉൾപ്പെടെ
ഇന്നസെന്റ് ആണ് ചെലവഴിച്ചതെന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ ദയവായി കൊഞ്ഞനം കുത്തരുത്, ദയവായിട്ട് അങ്ങനെ പറയരുത്. പിന്നെ നാടിന്റെ വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് അങ്ങയുടെ പാർട്ടിയുടെ MLA ആണ് അങ്കമാലി മണ്ഡലത്തിലുള്ളത്, റോജി എം ജോൺ. അദ്ദേഹത്തോട് ചോദിക്കൂ, ഇന്നസെന്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ മുൻപാകെ രേഖാമൂലം എഴുതി കൊടുത്ത് അനുമതി വാങ്ങിയ ടെക്നോളജി സെന്റർ ആണ് ഇൻഗലിന്റെ പ്രോപ്പർട്ടിക്കകത്ത് സർക്കാർ അനുവദിച്ചു കൊടുത്ത 15 ഏക്കർ സ്ഥലത്ത് നിർമ്മാണം പുരോഗമിച്ചു വരുന്നത്. ആ യാഥാർത്ഥ്യത്തിന്റെ നേരെ കൊഞ്ഞനം കുത്തൻ എന്തിനാ? പെരുമ്പാവൂർ ബൈപ്പാസിന്റെ കഥ അങ്ങ് ഇവിടെ പറഞ്ഞല്ലോ. പെരുമ്പാവൂർ ബൈപ്പാസ് മുടങ്ങിക്കിടന്നിരുന്ന ബൈപ്പാസിന് ജീവൻ വെപ്പിച്ചത് ഇന്നസെന്റ് MP സംസ്ഥാന ഗവൺമെന്റിന്, മുഖ്യമന്ത്രിക്കും, ധനകാര്യ വകുപ്പ് മന്ത്രിക്കും, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നിവേദനം കൊടുത്താണ് സാധ്യമാക്കിയെടുത്തത്. അങ്കമാലി ബൈപ്പാസിന്റെ കഥ അങ്ങ് പറഞ്ഞല്ലോ. അങ്കമാലി ബൈപ്പാസിന് വേണ്ടി നിവേദനം കൊടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയത് MP-യോടൊപ്പം മുൻ മന്ത്രി കൂടിയായ ശ്രീ ജോസ് തെറ്റയിലും അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളുമാണ്. എഴുതി കൊടുത്ത് അംഗീകാരം നേടി പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉറപ്പായിട്ടും ഷിയാസെ ഒരു സംശയം വേണ്ട, ഞങ്ങൾ ഞങ്ങളുടെ ലീഫ്ലെറ്റിനകത്ത് എഴുതി ജനങ്ങളുടെ മുൻപാകെ സമർപ്പിക്കും, ഞങ്ങൾ ചെയ്തതാണ് ഈ കാര്യം എന്ന്. നിങ്ങൾക്ക് ചെയ്യാൻ അവസരം കിട്ടിയിരുന്നു. ഒരു വാക്ക് കൂടി മാഡം, 2ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിൽ നിന്ന് 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. ആ കാലയളവിലായിരുന്നു ശ്രീ KP ധനപാലൻ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. നിങ്ങൾ എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ആ ബഹുമാനായ ധനപാലനെ നാട് കടത്തിയപ്പോൾ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇവിടെ ഇപ്പോൾ ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുന്ന ഒരു പഞ്ചായത്തുണ്ട്, അത് കിഴക്കമ്പലം പഞ്ചായത്താണ്. കൃത്യമായൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പഞ്ചായത്ത്. അത് 2020 എന്ന മുന്നണി നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മയെ തള്ളിപ്പറയുകയോ അധിക്ഷേപിക്കുകയോ, നിങ്ങൾക്കത് ഏത് രീതിയിലാണ് തോന്നിയതെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രതിഷേധം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെതിരെയാണോ നിങ്ങൾ കൃത്യമായി UDF സ്ഥാനാർത്ഥിക്ക് എതിരെ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? കിഴക്കമ്പലത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി 2013 രൂപീകരിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ് 2020 എന്ന പ്രസ്ഥാനം. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 19 സീറ്റിൽ 17 സീറ്റും 73% വോട്ടുകൾ നേടി വിജയിച്ചു. കഴിഞ്ഞ 3.5 വർഷക്കാലം ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്തേക്ക് കടന്നു വരുമ്പോൾ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് ചാലക്കുടി മണ്ഡലത്തിനകത്ത് 50 പഞ്ചായത്തുകളുണ്ട്, 5 മുനിസിപ്പാലിറ്റികളുണ്ട്. അവിടെ ഒരു കിഴക്കമ്പലം പോലുള്ള ഒരു കൊച്ചു പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്ന 2020 എന്ന പ്രസ്ഥാനത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്കറിയാം ഏത് വിഷയമായാലും ഒരു നിലപാടുകൾ ഉണ്ടാവണം. ആ നിലപാടുകൾ 2020 എന്ന പ്രസ്ഥാനത്തിനുമുണ്ട്. നമുക്കറിയാം ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 3.5 വർഷക്കാലം ഒട്ടനവധി വേദനകളും യാതനകളും ഒക്കെ അനുഭവിച്ച ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രവർത്തക കൺവെൻഷനകത്ത് 2200 പേരോളം അടങ്ങുന്ന പ്രവർത്തക കൺവെൻഷനകത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോൾ 2020 മത്സരിക്കണമെന്ന് തീരുമാനിച്ചു. ഞങ്ങളത് മത്സരിക്കാൻ തീരുമാനിച്ചു. ഒട്ടനവധി വ്യക്തിത്വങ്ങളെ അന്വേഷിച്ചു. അവസാനം മത്സരിക്കുന്നതിന് വേണ്ടി വന്നത് IPS ഓഫീസറായ ജേക്കബ് തോമസ് സാറാണ്. അദ്ദേഹത്തെ നമുക്കറിയാം, ഒരു IPS ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു IAS ഓഫീസറെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ അയാൾ പ്രതിദാനം ചെയ്യുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം. എന്നാൽ നമുക്ക് ഈ നോമിനേഷൻ കൊടുക്കുന്ന സമയം വരെയും നമുക്ക് രാജി അംഗീകരിക്കപ്പെട്ടില്ല. ആ സമയത്ത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു. നിൽക്കുന്ന സമയത്താണ് UDFൻ്റെ സ്ഥാനാർത്ഥിയായി ബെന്നി ബെഹനാൻ കടന്നു വരുന്നത്. അദ്ദേഹം കിഴക്കമ്പലത്തിൽ നിന്നും 5 കിലോമീറ്റർ അപ്പുറത്തുള്ള വെങ്ങോല പഞ്ചായത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം കോലഞ്ചേരിയിലും അതുപോലെ തന്നെ പെരുമ്പാവൂരിലും പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിനകത്ത് 2020 എന്ന പ്രസ്ഥാനത്തെ അപമാനിച്ചുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. 2020 എന്ന് പറയുന്നത് ക്രിക്കറ്റാണെന്നും അത് ചാലക്കുടിയിൽ വിലപ്പോവില്ലെന്നും ചാലക്കുടിയിൽ 2020 എന്ന പ്രസ്ഥാനത്തിന്, ഒരു പഞ്ചായത്തിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും ആത്മാഭിമാനമുള്ള ഒരു പ്രസ്ഥാനമെന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെതിരായി ഞങ്ങൾ 2020യുടെ വോട്ടുകൾ ചെയ്യാതിരിക്കുക, അദ്ദേഹത്തിന് അനുകൂലമായി ചെയ്യാതിരിക്കുക എന്നുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പഞ്ചായത്തിനകത്ത് എല്ലാ വാർഡുകളിലും കൺവെൻഷനുകൾ ചേർന്നു. ഇന്നലെ നമുക്കറിയാം കിഴക്കമ്പലത്ത് 10,000 പേർ പങ്കെടുത്ത റാലി നടന്നു. അതിനുശേഷം നമ്മളിപ്പോൾ വീണ്ടും അദ്ദേഹത്തെ എൻ്റെ പെട്ടിയിലേക്ക് 2020 ഓരോ വോട്ട് പോലും അദ്ദേഹത്തിന്റെ പെട്ടിയിൽ വീഴരുത് എന്നാണ് നമ്മുടെ വോട്ടുകൾ ഏത് പെട്ടിയിലേക്ക് വീഴണം എന്നതിൽ നിങ്ങൾ കൃത്യമായൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നം, ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് ആ കൂട്ടായ്മ എന്ന് പറയുന്നത് കിഴക്കമ്പലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന കൂട്ടായ്മയാണ്. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. അത് അവർക്ക് ഉചിതമായ രീതിയിൽ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്.
പക്ഷേ ഇപ്പോൾ ഈ സിറ്റിംഗ് MP നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഒരു വികസന കാർഡ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ്? കിഴക്കമ്പലം പഞ്ചായത്ത് അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ തൃപ്തരാണോ? പൂർണ്ണമായ തൃപ്തരെന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതിൽ അടിസ്ഥാനരഹിതമായ ഒന്നുമില്ല എന്നൊരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതം ഉണ്ടോ ഇല്ലോ എന്നുള്ള രാഷ്ട്രീയക്കാർ തീരുമാനിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൊച്ചു പഞ്ചായത്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നുള്ളൂ. NC മോഹനൻ വലിയ വാക്കുകളിൽ അദ്ദേഹം ഈ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞങ്ങളൊന്നേ നിസ്സാരമായി ചോദിക്കുന്നുള്ളൂ, ഈ MP നടപ്പിലാക്കിയ ഈ വികസന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് ജനങ്ങളൊന്ന് കാണിക്കണ്ടേ? ഈ പറഞ്ഞിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ കാര്യം ഒരു ഫോട്ടോ എടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്കൊന്ന് പ്രദർശിപ്പിക്കണ്ടേ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇടതുപക്ഷത്തെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ നടപ്പിലാക്കി പൂർത്തീകരിച്ച വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഇവിടെ പറഞ്ഞല്ലോ KSEDC നടപ്പിലാക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയാണ് പെരുമ്പാവൂർ ബൈപ്പാസിന്റെ കാര്യം. ശ്രീ NC മോഹനൻ പെരുമ്പാവൂരുകാരനാണ്. അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായിരുന്നു. 15 വർഷക്കാലം പെരുമ്പാവൂരിന്റെ MLA സാജു പോൾ ആയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ശ്രീ എൽദോസ് കുന്നപ്പള്ളി അവിടെ MLA ആകുന്നത്. ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പോലും MLAയും അതുപോലെ തന്നെ UDF നേതാക്കന്മാരും അടക്കമുള്ള ആളുകൾ വലിയ എത്രയോ കാലഘട്ടമായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഈ ബൈപ്പാസിനെ അത് നടപ്പിലാക്കുവാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും കിഫ്ബിയിൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിക്കുള്ള തുക അനുവദിക്കുകയും ചെയ്ത ഈ ഗവൺമെന്റാണ്. അപ്പോൾ ഇത് MP-യുടെ എങ്ങനെയാണ് MP-യുടെ ഫണ്ടാകുന്നത്? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഷിയാസിനോടാണ് ഒരു ചോദ്യം. ഇവിടെ കോൺഗ്രസുകാരും BJP-ക്കാരും പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥി ഇന്നസെന്റിനെ കോമാളി എന്നും കിട്ടുണി എന്നും ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ കളിയാക്കിക്കോട്ടെ. ഒറ്റ ചോദ്യമാണ്. പ്രിയപ്പെട്ട ഇന്നസെന്റ് 69% ഹാജർ പാർലമെന്റിലുണ്ട്. 42 ഡിബേറ്റുകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. 282 ചോദ്യങ്ങൾ അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ്, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എത്രയാണ് ഹാജർ? 54% ഹാജർ. 42 ഡിബേറ്റിൽ ഇന്നസെന്റ് പങ്കെടുത്തപ്പോൾ 14 ഡിബേറ്റിലാണ് ഷിയാസെ നിങ്ങളുടെ രാഹുൽ ഗാന്ധി പങ്കെടുത്തത്. 282 ചോദ്യം ഇന്നസെന്റ് പാർലമെന്റിൽ ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഈ കേരളം മുഴുവൻ അറിഞ്ഞു. ഇമ്മണി വലിയ പൂജ്യം. അതാണ് പാർലമെന്റിൽ അദ്ദേഹം ചോദ്യം ഇതാണ്. അപ്പോൾ ആരാണ് നല്ല പാർലമെന്റേറിയൻ? 2, ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുമ്പോൾ പഴയ KPCC പ്രസിഡന്റ് പ്രിയപ്പെട്ട VM സുധീരൻ ഒരു ലിസ്റ്റ് AICCക്ക് നിയമസഭ ഇലക്ഷൻ സമയത്ത് കൊടുത്തിരുന്നു. 5 പേര് കളങ്കിതർ എന്ന് പറഞ്ഞുകൊണ്ട് VM സുധീരൻ കൊടുത്തു. 5 പേരിൽ 4 പേരെ മത്സരിപ്പിച്ചു. അപ്പോഴും ഏറ്റവും വലിയ കളങ്കിതൻ എന്ന് AICC വിലയിരുത്തിയത് ബെന്നി ബെഹനാനെയാണ്. ആ ബെന്നി ബെഹനാനെ ചാലക്കുടിക്കാർ എന്തിനാ പേരണം എന്നതാണ് ഈ ചോദ്യം. ഇനി ഷിയാസിന് ലിസ്റ്റ് വേണമെങ്കിൽ എന്റെ കയ്യിൽ ആ ലിസ്റ്റ് കാണിച്ചു തരാം. 5 പേരുടെ പേര്. ഈ 2 ചോദ്യം. ഈ ആക്ഷേപത്തിന് ഒരു മറുപടി പറയാതെ പറ്റില്ല. സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇവിടെ ആയിക്കോട്ടെ അന്ന് ഇവിടെ ഞങ്ങളുടെ MP ആയി ഇന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ് അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. 1000 ദിവസം ഇവരുടെ സർക്കാർ അധികാരത്തിലിരുന്നല്ലോ. എന്ത് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ NC മോഹനോടാണ് എന്റെ ചോദ്യം. ഇവിടെ പ്രളയം നടന്നു. പ്രളയാനന്തര പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ നിയോജക മണ്ഡലങ്ങളിൽ പറവൂരടക്കം എറണാകുളം അടക്കം ഞങ്ങളുടെ MLA-മാരുടെ നേതൃത്വത്തിൽ നിരവധിയായ ഭവനങ്ങൾ 150-ലധികം ഭവനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ 40-ലധികം ഭവനങ്ങളുടെ താക്കോൽ ദാന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ MP ഒരു വീട് നിർമ്മിച്ചു നൽകിയെന്നാണ്. എന്താണ് ഈ പ്രളയാനന്തര പ്രവർത്തനങ്ങൾ അദ്ദേഹം എടുത്ത പ്രവർത്തനങ്ങൾ? ആ സൈഡിലേക്ക് കൂടി പോയിട്ട് ഇതിലെ മറുപടി പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരാം. എനിക്ക് പറയാനുള്ളത്, ചാലക്കുടിക്കാരൻ എന്ന നിലയിൽ ചാലക്കുടിയിൽ, അതായത് ഇന്ത്യയിൽ നമ്പർ 1 ഹോസ്പിറ്റലാണ് ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ. 1 മാമോഗ്രാം. ചാലക്കുടിയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരുന്ന ഓരോ സ്ത്രീകളും ഈ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ജയിക്കണേ എന്ന് പറഞ്ഞിട്ട്.
കാരണം ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇന്നസെന്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ്, ഞാൻ ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റാണ്. സൗജന്യമായി ചെയ്തോ? സൗജന്യമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പല ആളുകളിൽ നിന്നും പല ക്ലബുകളിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഡയാലിസിസ് ചെയ്യണു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതേപോലെ ഇവിടെ ഒരുപാട് ഞാൻ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സംശയമുള്ളവരുണ്ടെങ്കിൽ ക്യാമറയുമായിട്ട് ഞങ്ങളുടെ പിന്നാലെ വന്നാൽ ഇന്നസെന്റ് ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. തീർച്ചയായും. ഇനി ഈ മറുപടിയിലേക്ക് പോയിട്ട് പറയൂ. ചർച്ചകൾ എങ്ങനെ പോയി? ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ അനുവദിക്കണം. ഇവിടെ ചോദിച്ച ചോദ്യം, രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്ത് എത്ര ചോദ്യങ്ങൾ ചോദിച്ചു, ഇന്നസെന്റ് ഇത്ര ചോദ്യം, അദ്ദേഹത്തിന് എവിടെ നിന്നേ കണക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. ദേശാഭിമാനിയിൽ വന്ന വാർത്തയല്ല, സോഷ്യൽ മീഡിയകളിൽ വന്ന വാർത്തയല്ല. ഇവിടെ വളരെ കൃത്യമായി ഇന്ത്യയുടെ പാർലമെന്റിനകത്തും ഇന്ത്യയുടെ പാർലമെന്റിന് പുറത്തും നരേന്ദ്രമോദിക്കും ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കുമെതിരായി പോരാടുന്നത് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ്. ആ യാഥാർത്ഥ്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറഞ്ഞതുപോലെ കോൺഗ്രസ് 250 സീറ്റിലല്ല മത്സരിക്കുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ 411ാമത്തെ സ്ഥാനാർത്ഥികളെയും ഇന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ 411-ലല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 471 സീറ്റിൽ, ഈ പാർലമെന്റിനകത്ത് 450-ലധികം സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ആ യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഗവൺമെന്റിനെതിരായി, ഈ നരേന്ദ്രമോദിയുടെ RSSന്റെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി നിങ്ങൾ പറയുന്ന ഈ മതനിരപേക്ഷത, ഇടതുപക്ഷം കേരളത്തിൽ ഉയർത്തുന്ന ഈ മതനിരപേക്ഷത, അതിന്റെ അർത്ഥം എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറയണ്ടേ? നിങ്ങൾ പറയുന്നു കോൺഗ്രസ് തോറ്റാൽ, കോൺഗ്രസ് ജയിക്കില്ല എന്ന് പറയുന്നു. കോൺഗ്രസ് തോറ്റാൽ അധികാരത്തിലേക്ക് വരുന്നതാരാ? നരേന്ദ്രമോദിയും സംഘപരിവാറുമാണ്. മതനിരപേക്ഷത ഉയർത്തുന്ന ആളുകളാണെങ്കിൽ കോൺഗ്രസിനൊപ്പം നിൽക്കണ്ടേ? UPA അംഗമല്ല. ഞാൻ സംസാരിക്കാൻ സമയം തരാം. UPA അംഗമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കാലഘട്ടങ്ങളിലും BJPയുടെ B ടീമിന്റെ പ്രവർത്തനമായിട്ടാണ് CPMന്റെ പ്രവർത്തനം നടന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കണം. CPM മത്സരിക്കുന്നത് 45 സീറ്റിലാണ്. ഇടതുപക്ഷം മത്സരിക്കുന്നത് ഇന്ത്യയിൽ 60 സീറ്റിലാണ്. എവിടെയൊക്കെ ഇവർക്ക് ജയിക്കാൻ സാധിക്കും? ഇവർ പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തവണ 2 സീറ്റിൽ, ത്രിപുരയിൽ 2 സീറ്റിൽ, കേരളത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളത്? ഇവിടെ ശ്രീ ഷിയാസ് പറഞ്ഞ കാര്യം, ഇന്ത്യയിൽ RSSനും BJPക്കുമെതിരായി ദേശീയ അടിസ്ഥാനത്തിൽ വലിയ സമരവും വലിയ പോരാട്ടവും നടത്തി ഒരു മതനിരപേക്ഷ ഗവൺമെന്റിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതും കഴിയുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണെന്നാണ്. ഞാനൊരു വളരെ ലളിതമായ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരോട് ചോദിക്കട്ടെ. ബഹുമാന്യനായ AICC പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നും BJP മത്സരിക്കുന്ന മണ്ഡലം തേടിയാണോ വയനാട്ടിലേക്ക് വന്നത്? അല്ലല്ലോ. BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടാനാണോ AICC പ്രസിഡന്റ് വന്നത്? അല്ല. അമേഠിയിൽ BJPയോട് മത്സരിക്കുമ്പോൾ പരാജയ ഭീതിയുണ്ട് എന്ന് കണ്ട് എങ്ങനെയെങ്കിലും തടി രക്ഷപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു. അവിടെ സ്ഥിതി സുരക്ഷിതല്ല എന്നുള്ള വേറെ കാര്യം, അതിപ്പോൾ നമുക്ക് രണ്ടാമതെടുക്കാം. പിന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. 5 കൊല്ലക്കാലമായി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നു. സാധാരണ നാട്ടിൽ പശുക്കളെ വളർത്തുന്ന മനുഷ്യന്മാർ പശുക്കളിൽ നിന്ന് പാല് കറന്നെടുത്ത് വിറ്റ് ഉപജീവനം കഴിച്ച് ജീവിച്ചിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ പശുക്കളുടെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന കാലമായി കാലം മാറി. കന്നുകാലികളെ വിറ്റ് ഉപജീവനം കഴിക്കുന്ന ചെറുപ്പക്കാരെ തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കി ഗോസംരക്ഷകന്മാർ, RSSകാർ. വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കട്ടെ ഷിയാസെ, ഈ നാട്ടിൽ എവിടെയെങ്കിലും RSSനും BJPക്കും കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഒരു സമരം നടത്തിയതിന്റെ കണക്ക് നിങ്ങളൊന്ന് പറയാമോ? ഈ കണ്ട കാലം അത്രയും കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഒരു ശക്തമായ പ്രക്ഷോഭം നടത്താൻ, ആ പ്രക്ഷോഭത്തിലൂടെ മുന്നോട്ട് പോകാൻ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ഷിയാസ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാണ്ടിരുന്ന് കേട്ടല്ലോ. ഷിയാസ് ദേശീയ രാഷ്ട്രീയല്ലേ പറഞ്ഞേ, ഞാൻ മിണ്ടാതിരുന്ന് കേൾക്കില്ലായിരുന്നോ? പിന്നെ ആരാണ് കോൺഗ്രസിന് BJPക്കെതിരായി പട നയിക്കുന്നത്? AICCയുടെ മുഖമായിരുന്നില്ലേ AICCയുടെ വക്താവ് ബഹുമാന്യനായ ശ്രീ ടോം വടക്കൻ? എവിടെയാണ് ഷിയാസെ ടോം വടക്കൻ? എന്ന് RSSനെതിരായി ജാഥ നയിക്കാനായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോയി BJPയിൽ ചേർന്നത്. ടോം വടക്കനെ കോൺഗ്രസിന്റെ നേതാവായി അവർ പോലും അംഗീകരിച്ചിരുന്നില്ലെങ്കിലും മാഡം എല്ലാ വൈകുന്നേരങ്ങളിലും മാധ്യമങ്ങളുടെ മുൻപാകെ കോൺഗ്രസിന് വേണ്ടി അഭിപ്രായം പറഞ്ഞിരുന്നത് ടോം വടക്കനായിരുന്നു. അതറിയുന്ന കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ് ഉണ്ടായിരുന്നല്ലോ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് രാമൻ നായർ. RSSനെതിരായി BJPക്കെതിരായി പട നയിച്ച് ഇന്ന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്.
വിശ്വനാഥ മേനോൻ ഞാൻ പറയാന്നോ, നിങ്ങൾ ഓരോരുത്തർ ചോദിച്ചോ നിങ്ങൾക്ക് സമയം തരാം, പ്ലീസ്. നിങ്ങൾക്ക് സമയം തരാം. അത് പറ്റില്ല. നോ, അത് പറ്റില്ല. അവിടെ ഇരിക്കുക, എല്ലാവരും ദയവായിട്ട് അവിടെ ഇരിക്കുക. അല്ല, നമ്മൾ ഇടപെടുന്നത് ഈ രീതിയിലല്ല. നിങ്ങൾ അവിടെ ഇരിക്കൂ. ഇവിടെ ഏറ്റുമുട്ടലൊന്നുമില്ല. ആരും വികാര വിജൃംഭിതരൊന്നും ആവണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും അവരവർക്ക് പറയാനുള്ളത് അവരവരുടെ നിലപാടിൽ നിന്നുകൊണ്ട് പറയണതാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും വരണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ടും വരണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തീർക്കാം. ഞാൻ ഷിയാസെ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് CPM ദേശീയ രാഷ്ട്രീയത്തിൽ ചെറിയ പാർട്ടിയാണ്. അത് ഞങ്ങൾ എല്ലാ കാലത്തും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളുടെ കരുത്തളക്കരുത്. അതിന് തെളിവെന്താ? 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബഹുമാനനായ ഷിയാസ് ഓർക്കുമല്ലോ. 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അന്നത്തെ BJPയുടെ ഗവൺമെന്റ് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഷൈനിങ് ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം വെച്ചാണ് മത്സരിച്ചത്. ആ BJP ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് ഗളഹസ്തം ചെയ്യാൻ ഇടതുപക്ഷത്തിന്റെ കരുത്തിനെയാണ് പ്രയോജനപ്പെടുത്തിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ച സ്വന്തം മാനിഫെസ്റ്റോ മാറ്റിവെച്ച് അധികാരത്തിൽ പങ്കാളിയാകാതെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച പൊതു മിനിമം പരിപാടി അംഗീകരിച്ച് 4 കൊല്ലക്കാലം ഭരണം നടത്തേണ്ടി വന്നത് ഇടതുപക്ഷത്തിന്റെ പാർലമെന്റിന്റെ അംഗബലത്തിന്റെ സുരക്ഷിതത്വത്തിലാണ്. അത് മറന്നു പോകരുത്. ഇപ്പോഴും പറയുന്നു, വിവിധ പ്രാദേശിക ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഉത്തരേന്ത്യയിലെ മഹാഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും അജയ്യമായി മുന്നോട്ട് വരുന്നത്. കോൺഗ്രസ് അല്ല. ഞാൻ വളരെ ലളിതമായി ചോദിക്കട്ടെ, ഉത്തർപ്രദേശിൽ 80 പാർലമെന്റ് സീറ്റുകളുണ്ടല്ലോ, അതിൽ 2 എണ്ണമാണല്ലോ കോൺഗ്രസിന്റെ കൈവശമുള്ളത്. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ തരംഗമുണ്ടാകും. കോൺഗ്രസിന് വലിയ കരുത്തുണ്ടെങ്കിൽ ആ രാഹുൽ ഗാന്ധിയെ നിങ്ങൾക്ക് ഉത്തർപ്രദേശിൽ മത്സരിപ്പിച്ച് 80 സീറ്റും കോൺഗ്രസിന് പിടിക്കാമായിരുന്നില്ലേ? കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്ന് പലായനം ചെയ്ത് NC മോഹൻ ചോദിച്ചതിനോട് എനിക്ക് മറുപടി. ഞാനിത് വളരെ കൃത്യമാണ്. ഇവിടെ ആദ്യം രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് നിന്ന് ഒളിച്ചോടി ന്യൂനപക്ഷ പ്രദേശത്ത് പോയി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളതാണ്. അമിത്ഷാ പറഞ്ഞത് അദ്ദേഹം പാകിസ്ഥാനിലാണോ മത്സരിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമാണ് ഈ 2 പേരുടെയും വാദം ഏറ്റുപറഞ്ഞത്. ന്യൂനപക്ഷ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുന്നു, BJP ഇല്ലാത്തിടത്ത് മത്സരിക്കാൻ വരുന്നു എന്നുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നതെന്ന് ശ്രീ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കണമെന്നുള്ളത്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഐക്യത്തിന്, ദക്ഷിണേന്ത്യയുടെ ഭാഷയ്ക്കും സംസ്കാരത്തിനും എതിരായിട്ടുള്ള ഒരു കടന്നുകയറ്റം സംഘപരിവാറും RSSും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ കൂടി ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. അത് കേരളത്തിൽ വയനാട് പാർലമെന്റിലാണ് മത്സരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, അതുപോലെ ബീഹാർ, അതുപോലെ പഞ്ചാബ്, കർണാടക, ഇവിടെയൊക്കെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെയൊക്കെ കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന UPയുടെ കക്ഷികളും BJPയും തമ്മിൽ നേർക്കുനേരായിരുന്നു മത്സരം. ഇവിടെയൊക്കെ 4, 3, 7 പേരുള്ള CPM എന്ന് പറയുന്ന സംഘടനയുടെ നിലപാട് സംഘപരിവാറിനെ സഹായിക്കുന്ന നിലപാടാ. അവിടെ കോൺഗ്രസിനെ സഹായിക്കുന്ന നിലപാടല്ല. മതേതര വോട്ടുകളെ ഭിന്നിപ്പിക്കുന്ന നിലപാട് ഈ CPM എന്ന് പറയുന്ന പാർട്ടി. യാഥാർത്ഥ്യം. നിങ്ങൾക്ക് ഇപ്പൊ ഈ വികസനത്തെ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ലത് തന്നെ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വികസനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സംഘടന, ഒരു കിഴക്കമ്പലം പോലെയുള്ള ഒരു ചെറിയ പ്രദേശത്ത് വികസനം നടത്തുന്നതിന് അത്ര ശക്തമായിട്ട് നിങ്ങൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ചോദ്യം.
ചോദ്യം രണ്ടുപേരോടും കൂടിയാണ്. രണ്ടുപേരോടും വളരെ ചുരുക്കി മറുപടി. എന്നോടുള്ള പങ്ക് ഞാൻ എടുക്കുകയാണ്. ഒന്ന്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സാന്നിധ്യമോ അതിൻ്റെ സ്വാധീനമോ ഉണ്ടാകേണ്ടതില്ല. 2020 അവിടെ കിഴക്കമ്പലത്ത് നല്ല കാര്യങ്ങൾ ചെയ്താൽ, ശരിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിനെ സ്വാഗതം ചെയ്യും, ഒരു സംശയം വേണ്ട. അതെ, ഒരു പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇവരെ തള്ളി പറഞ്ഞത്. അതാണ് ഇവർക്ക് ഏറ്റവും അധികം വേദനാജനകമായി തോന്നിയത്. ഒരിക്കലുമല്ല. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ 2020യുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവർ പ്രചരിപ്പിക്കുന്ന 2020 പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതൊരു 2020 ക്രിക്കറ്റ് മത്സരമാണെന്നാണ് ഇവർ പറയുന്നത്. ഇവർ വളരെ കാലഘട്ടങ്ങളായി ഇവർ നടത്തുന്ന ഇവരുടെ 2020 എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടാക്കിയത് ഒരു കിറ്റക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മുതലാളിയാണ്. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം CSR ഫണ്ട് ഉപയോഗിച്ച് ആ നാട്ടിലെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളും സാമഗ്രികളും ഒക്കെ കൊടുത്ത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് 2020യുടെ ഒരു രാഷ്ട്രീയം. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പഞ്ചായത്തിൽ തെരഞ്ഞെടുത്ത് വരുന്ന ഇതുപോലുള്ള വിവിധ തലങ്ങളിലുള്ള പഞ്ചായത്തുകളിൽ ഇതുപോലുള്ള സംഘടനകൾ തെരഞ്ഞെടുത്ത് വരുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി നിലനിൽപ്പില്ലാത്ത സംഘടനകളായി ഇതുപോലുള്ള സംഘടനകൾ മാറുന്നു. അദ്ദേഹം പറഞ്ഞത് വികസനത്തെക്കുറിച്ചാണ്, റോഡിന്റെ വികസനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ റോഡിന്റെ വികസനത്തെക്കുറിച്ച് പറഞ്ഞു. റോഡിന്റെ വികസനത്തിൽ അവിടെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ടാകും. രാജ്യത്ത് കൊടുക്കുന്ന കോമ്പൻസേഷൻ കൊടുത്ത്, രാജ്യത്തൊരു നിയമമുണ്ടല്ലോ, സ്ഥലം ഏറ്റെടുക്കൽ ഒരു നിയമമുണ്ട്. ആ സ്ഥലം ഏറ്റെടുക്കൽ നിയമത്തിന് ആനുപാതികമായി കോമ്പൻസേഷൻ കൊടുത്ത് ജനങ്ങളെ അത് പറഞ്ഞ് ബോധവൽക്കരിച്ചാൽ ജനങ്ങൾ അവിടെ വിട്ടുകൊടുക്കും. ഇവർ റോഡുമായി ബന്ധപ്പെട്ടുണ്ടായ വികസന പ്രവർത്തനങ്ങളാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അവിടെയുള്ള പ്രശ്നങ്ങൾ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒരു മുതലാളിയും ആ പ്രദേശത്തെ ഞാൻ അവിടെ നിരവധി കാര്യങ്ങൾ ഈ റോഡ് ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു അക്രമം നടന്നപ്പോൾ ഒരു പ്രതിഷേധ യോഗത്തിൽ ഞാനും CPM-ന്റെ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയാണ് ഞങ്ങൾ പങ്കെടുത്തത്. അവിടെ പ്രമുഖ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും CPM-ഉം മുസ്ലിം രണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോട് എല്ലാവരും എതിരായി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോട് ഒരു കാര്യം മാത്രം പറയാനുള്ളൂ. ഞങ്ങൾ അവിടെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചില സ്ഥലങ്ങൾ വളരെ വിട്ടുതരാത്ത ആൾക്കാരുണ്ട്. ഞങ്ങൾ നിർബന്ധിച്ച് ആരുടെയും സ്ഥലം ഏറ്റെടുത്തിട്ടില്ല. ഞങ്ങൾ പറയുന്നത് ഏറ്റെടുത്ത സ്ഥലത്ത് റോഡ് ഉണ്ടാക്കുമ്പോൾ ആ റോഡിൽ നിന്നും പഴയ മെറ്റൽ മാറ്റി 1.5 അടി 45 സെന്റിമീറ്റർ കനത്തിൽ GSP ഇട്ട് ടാർ ചെയ്യാനായിട്ട് BMBC ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അത് മാറ്റാൻ വരുന്നതിന് പോലും സമരം ചെയ്യുന്നു. അതായത് അതിനെല്ലാം തടസ്സങ്ങൾ, അതായത് പ്രവർത്തനം ചെയ്യുന്നതിനുള്ള തടസ്സങ്ങളാണ് പറയുന്നത്. അതല്ലാതെ ഞങ്ങൾ സ്ഥലം എടുക്കുന്നതിനെ പറ്റി ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല. കാരണം സ്ഥലം എടുക്കാനായിട്ട് തരാത്ത ആൾക്കാരുടെ അടുത്ത് നിങ്ങളിപ്പോൾ വളരെ മര്യാദയോട് കൂടിയിട്ടാണല്ലോ പറഞ്ഞത്. അവിടെ സ്ഥലം ഏറ്റെടുക്കാൻ ഒരു വ്യക്തിയുടെ പറമ്പ് കയ്യേറി മതിൽ പൊളിച്ചു കളഞ്ഞ് ആ വ്യക്തിയെ അതിക്രമിച്ചവരാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ. അതിനെതിരായിട്ടാണ് അവിടെ പ്രാദേശികമായി മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും വലിയ സമരം നടത്തിയത്. ഷിയാസ് ആദ്യം പറഞ്ഞു വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം പാടില്ലെന്ന് രണ്ട് നേതാക്കളും പറഞ്ഞു. പക്ഷേ ഷിയാസ് പറഞ്ഞത് അവിടെ കയ്യൂക്ക് കൊണ്ട് വികസനം നടത്തുന്നതെന്നാണ്. ഞാൻ താങ്കളെ കിഴക്കമ്പലത്തേക്ക് ക്ഷണിക്കുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്ഥലം കയ്യേറി അവിടെ വികസനം നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെക്കുക. നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അവിടെയുള്ള പ്രശ്നം എന്താ? അവിടെയുള്ള പ്രശ്നമെന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞ നല്ലത് ചെയ്യുമ്പോൾ ആളുകൾ നല്ല പ്രസ്ഥാനത്തിൻ്റെ കൂടെ പോവും. അതിലാരും വേവലാതി കൊണ്ടിട്ട് കാര്യമില്ല. അവിടെ കോർപ്പറേറ്റ് ഭരിക്കുന്നു എന്ന് പറയുന്നു. ജനാധിപത്യമില്ല അവിടെ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യമുണ്ട്. ആ ജനാധിപത്യത്തിൻ്റെ കീഴിൽ നിന്നാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ ഗവൺമെൻറ് ഫണ്ടുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഫണ്ടുകൾ കൊണ്ട് മാത്രം ഒരു നാട്ടിലെ വികസനം പൂർത്തീകരിക്കാമെന്ന നിലപാട് ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് നാട്ടിൽ കിട്ടാവുന്ന എല്ലാവരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട് നന്നാവണമെങ്കിൽ നല്ല റോഡുകൾ ഉണ്ടാകണം, നല്ല സ്കൂളുകൾ ഉണ്ടാകണം, നല്ല അംഗൻവാടികൾ ഉണ്ടാവണം, കാർഷിക മേഖല പൂർണ്ണമായിട്ടും കൃഷി ചെയ്യാൻ കഴിയണം. നിങ്ങൾക്കറിയോ, 1,00,000 വീട് 76 പട്ടയം കിട്ടിയ 1,00,000 വീട് 80 ലക്ഷം വീടുകളാണ് ഞങ്ങൾ ഒറ്റ വീടാക്കിയത്. 1,00,000 വീടുകൾ ഒറ്റ വീടാക്കിയ ഒരേ ഒരു പഞ്ചായത്ത് കിഴക്കമ്പലം മാത്രമാണ് കേരളത്തിലുള്ളൂ. ഒരു വ്യക്തിയുടെ ഒരു മതിൽ കയ്യേറി അത് പൊളിച്ചു കളയുകയുണ്ടായി. അവിടെ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ 2020യുടെ ഉദ്യോഗസ്ഥന്മാരും അവരുടെ ഒപ്പം വന്ന ഗുണ്ടകളും ചേർന്നാണ് ആ മതിലവിടെ പൊളിച്ചു കളഞ്ഞത്. ഏറ്റവും അവസാനം നിങ്ങൾക്ക് ആ മതിൽ കെട്ടിക്കൊടുക്കേണ്ടി വന്നു. അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായി.
നിങ്ങൾ അങ്ങനെ ഷിയാസിനെ വെല്ലുവിളിക്കുന്നു. എന്ന് പറഞ്ഞു. ഷിയാസിനെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഒരു സംഭവം കിഴക്കമ്പലത്ത് ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന്റെ പദ്ധതി കിഴക്കമ്പലത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം കിഴക്കമ്പലത്ത് ഉണ്ടായിട്ടില്ല. വെല്ലുവിളിക്കുന്നു. അവിടെ താമസിക്കാൻ വാസയോഗ്യമില്ലാത്ത ആളുകൾക്ക് ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ്, അല്ലാതെ 2020 അല്ല. 2020 അല്ല ലക്ഷം വീട് പദ്ധതികൾ നടപ്പിലാക്കിയത്. കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് ലക്ഷം വീട് പദ്ധതികൾ നടപ്പിലാക്കിയത്. എത്രയോ സ്ഥലത്ത് എത്രയോ പദ്ധതികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി. നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങൾ പറയുമ്പോൾ അവിടെ ആളുകൾക്ക് നിങ്ങളുടെ മുതലാളിയുടെ കമ്പനിയുടെ പരിസര പ്രദേശങ്ങളിൽ ആളുകൾക്ക് കുടിക്കാൻ ഇന്ന് വെള്ളം കിട്ടുന്നുണ്ടോ? അവിടെ വെള്ളം കിട്ടുന്നുണ്ടോ? എത്രയോ പൊല്യൂഷൻ, എത്രയോ കേസുകൾ ഉണ്ടായി. നിങ്ങൾ പറയുന്നത് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന നിങ്ങൾ പറയുന്ന വിനീതമായ അഭ്യർത്ഥന ഈ കൊടിയ വരൾച്ചയുടെ കാലത്ത് ഈ എറണാകുളം ജില്ലയിൽ കുടിവെള്ള ക്ഷാമമില്ലാത്ത ഒരു പഞ്ചായത്ത് ഉണ്ടെങ്കിൽ കിഴക്കമ്പലമാണ്. നിങ്ങൾ കളക്ടറിൽ അന്വേഷിച്ച് നോക്ക്. ഞങ്ങൾ നടപ്പിലാക്കിയ 3.5 വർഷക്കാലം ഞങ്ങൾ നടപ്പിലാക്കിയ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളുടെ ഗുണമാണ്. നിങ്ങളുടെ മുതലാളിക്ക് കിട്ടുന്ന തുകയ്ക്ക് ഭൂമിയും വീടും എല്ലാം ഇട്ടെറിഞ്ഞ് പോകേണ്ട സാഹചര്യമാണ്. കുടിക്കാൻ വെള്ളമില്ല, വേറെ ആവശ്യങ്ങൾക്ക് വെള്ളമില്ല. ഹലോ, പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് സംസാരിക്കാൻ നിങ്ങൾ സമ്മതിക്കും? ഹലോ ഹലോ ശരി, പ്ലീസ് ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഇങ്ങനെ ചർച്ച തടസ്സപ്പെടുത്തരുത്. ഒന്ന് സംസാരിച്ചോട്ടെ. ഹലോ, ഞാനേ അതായത് നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് ഷിയാസിനോടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ചർച്ച തടസ്സപ്പെടുത്തി എങ്ങനെ മൈക്ക് തരാൻ പറ്റില്ല? ഒരു മിനിറ്റ്, ഒന്ന് ശല്യം ഉണ്ടാക്കരുത്. ഒരു കാര്യം പറയാൻ, ഞങ്ങൾ കിഴക്കമ്പലത്തു നിന്നാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ അതിതീക്ഷ്ണമായ താല്പര്യം കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാം ഒരുപോലെ തന്നെ കാണുന്നവരാ. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒത്തിരിയേറെ ആളുകളെ ഞങ്ങൾ ബഹുമാനിക്കുന്നവരാണ്. അവിടെ സജീന്ദ്രൻ MLA ഉണ്ട്, PP തങ്കച്ചനുണ്ട്, ഒത്തിരിയേറെ നേതാക്കന്മാരുണ്ട്. അവരോടൊക്കെ ഞങ്ങൾക്കൊരു പരിഭവവുമില്ല. ഞങ്ങൾ ആ സ്ഥലത്ത് UDFും LDFും മാറി മാറി ഭരിച്ചിരുന്ന പഞ്ചായത്ത് ഞങ്ങളുടെ കസ്റ്റഡിയിലാണിപ്പോൾ. അവരെ സംബന്ധിച്ചിടത്തോളം ലോക്കൽ രാഷ്ട്രീയത്തിന് ഞങ്ങൾ തടസ്സമായതുകൊണ്ട് ഞങ്ങൾക്കെതിരെ നിൽക്കുന്നു. അതിന് ഞങ്ങൾക്ക് വിരോധമില്ല, അവർ നിന്നോട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അടിസ്ഥാന വിരുദ്ധമാണ്. എന്താണെന്നറിയാവോ? കുറെ ഒരു 40ഓളം വീടുകൾക്ക് വേണ്ടിയിട്ട് ടാങ്ക് പണിത് കിണർ താത്തി വെള്ളം അടിച്ചു കൊടുക്കുന്ന നിരവധി പദ്ധതികൾ 60-70 ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ഒരു പ്രശ്നം ഇപ്പം ഞങ്ങൾക്കുള്ളൂ. അതായത് എല്ലാവർക്കും സ്വതന്ത്രമായി വോട്ട് ചെയ്യാം. ഒറ്റ കാര്യമുള്ളൂ, ഞാനും ഈ കോൺഗ്രസിലൊക്കെ നടന്ന ഒരാളാണേ. അത് ഒറ്റ കാര്യമുള്ളൂ. ബെന്നി ബെഹനാൻ ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്, വെങ്ങോല പഞ്ചായത്തുകാരൻ. അദ്ദേഹം ഇത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിനുള്ള പ്രശ്നം ലോക്കൽ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയക്കാരുടെ എണ്ണമില്ല. ഒരു മീറ്റിംഗ് വിളിച്ചാൽ പോലും 50 ആളിൽ കൂടുതൽ ഉണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ പരസ്യമായി അവഹേളിച്ചുകൊണ്ട് നടക്കാണ്. ഇതിന് കൊടുക്കാൻ വെക്കുന്ന മറുപടി ഇലക്ഷനിൽ ഞങ്ങൾ എല്ലാവരും വോട്ട് ചെയ്ത് അദ്ദേഹത്തെ പരാജയപ്പെടുത്തും. സ്ത്രീകളുടെ ചോദ്യം, സ്ത്രീകൾക്ക് എന്താണ് അധിക്ഷേപിക്കാനോ ഒരാൾക്കുമെതിരായി നിലപാട് സ്വീകരിക്കാനോ ചെയ്യുന്നത് തെറ്റാണെന്ന് കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കുന്ന ഒരു നേതാവാണ് ശ്രീ ബെന്നി ബെഹനാൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ താല്പര്യമില്ലാത്തത്. ആ വിഷയം അങ്ങോട്ട് പറഞ്ഞാൽ മതിയില്ലേ? സ്ത്രീകൾക്ക് എന്താണ് പറയൂ, ചോദിക്കൂ. ചോദ്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷിയാസ് പറഞ്ഞ ആൾ പറഞ്ഞു. ഈ കിഴക്കമ്പലത്തിൽ വന്നിട്ടുണ്ടോ? കിഴക്കമ്പലത്തെ ഞങ്ങളുടെ 2020 പ്രസ്ഥാനത്തെ കുറിച്ച് എന്നറിഞ്ഞിട്ടാ ഇത്രയും നേരം സംസാരിച്ചത്? ഒന്നും അറിയില്ല. നിങ്ങൾ പറയുന്ന ഈ കിഴക്കമ്പലം വേർഡിക്റ്റ് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ co-sponsored by Amstrad, The all-new next generation air conditioners. Abir Medical Group, Healthcare you can trust. സ്വയംവര സിൽക്സ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. KSFE ഗോൾഡ് ലോൺ, ഗ്രാമിന് കൂടുതൽ തുക, ഏറ്റവും വേഗത്തിൽ.
Conquering new worlds of fashion. North Republic. കുട്ടികളുടെ കൂടെ വന്നത് എത്ര നന്നായി. ഏത് പ്രായക്കാർക്കും ഉല്ലസിക്കാനൊരിടം വണ്ടർല. Man's attitude is not casual. Scott Wilson. Keep conquering. I can feel the special, feel love like we do. Be nice. No scratches, please. I can feel the special, I can say it's true. Feel love. Introducing the Suzuki Bergman Street, the special one. Conquering new worlds of fashion. North Republic. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും സഹ്യ ടീയുടെ ഐശ്വര്യം നിറഞ്ഞ വിഷുദിനാശംസകൾ. സഹ്യ സുപ്രീം ടീ, ഒരു തരി പോലും കലർപ്പില്ല. Conquering new worlds of fashion. North Republic. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ co-sponsored by Amstrad. The all-new next generation air conditioners. അബീർ മെഡിക്കൽ ഗ്രൂപ്പ്, ഹെൽത്ത് കെയർ യു ക്യാൻ ട്രസ്റ്റ്. സ്വയംവര സിൽക്സ്, ആറ്റിങ്കൽ, വർക്കല, കൊട്ടാരക്കര. KSFE ഗോൾഡ് ലോൺ, ഗ്രാമിന് കൂടുതൽ തുക, ഏറ്റവും വേഗത്തിൽ. വേർഡിക്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ കുറച്ച് സമയം മാത്രമാണ് നമുക്കുള്ളത്. ഇവിടുത്തെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് വളരെ ചുരുക്കി, ഇവിടെ കൃത്യമായ ചോദ്യങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ്. ചോദിക്കാനുള്ളത് മോഹൻ സാറിനോടാണ്. 1750 കോടി വികസനം പറഞ്ഞതില് ഞാൻ അതിരപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് വരുന്നത്. അദ്ദേഹം പറഞ്ഞു അവിടെ SC ഹോസ്റ്റലിന് വേണ്ടി 1 കോടി രൂപ ഉണ്ടെന്ന് പറഞ്ഞു. ഏത് നേതാവ് SC കോളനി അതിരപ്പള്ളി പഞ്ചായത്തിലെ SC ഹോസ്റ്റൽ 1 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ടോ MP-യുടെ ഫണ്ട് കൊണ്ടോ കാണിച്ചു തന്നാൽ ഞാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഒരു ട്രെയിന് പോലും സ്റ്റോപ്പ് അനുവദിക്കാൻ ഒരു കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിരപ്പള്ളിയിൽ രാഷ്ട്രീയ പ്രവർത്തനം ശാശ്വതമായി ഉപേക്ഷിക്കേണ്ടി വരും. സ്ഥിരമായി രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കേണ്ടി വരും. അവിടെ 1750 കോടി രൂപയുടെ വികസന പദ്ധതി ഉൾക്കൊള്ളുന്ന വികസന രേഖയിൽ എടുത്തു ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു പദ്ധതിയും നടപ്പിലാക്കപ്പെടാത്തതോ ആസൂത്രണം ചെയ്യപ്പെടാത്തതോ തുടങ്ങാനിരിക്കുന്നതോ ആയിട്ടുള്ള ഒഴികെ വേറൊരു പദ്ധതിയും അതിനകത്തില്ല. എൻ്റെ പൊന്നു സുഹൃത്തെ, അതിരപ്പള്ളിയിൽ ഉൾപ്പെടെ നിങ്ങൾ അതിരപ്പള്ളിക്കാരനാണെന്നുള്ള തത്വത്തിൽ ഞാൻ അംഗീകരിക്കുന്നു. അതിരപ്പള്ളിയിൽ ഉൾപ്പെടെ ആ പദ്ധതി കൊണ്ടുവരിക തന്നെ ചെയ്യും. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കേണ്ടി വരും. ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം MP-യുടെ പദ്ധതിയിൽപ്പെട്ട എത്ര പദ്ധതികളുടെ പൂർത്തിയായി? ആ പൂർത്തിയായ പദ്ധതികളുടെ പണമെടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയോ? റെയിൽവേ മേഖലകളിൽ, തപാൽ മേഖലകളിൽ, ഏത് മേഖലകളിലാണ് നിങ്ങൾ അതൊന്നും ഇവിടെ സൂചിപ്പിക്കണം. ഷിയാസ് ഒരു കാര്യം പറയട്ടെ. ഒരു പാർലമെന്റ് അംഗം ഇവിടെ ചാലക്കുടിയിലെ MP 7 അസംബ്ലി മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ MP-യാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് MP ഫണ്ട് 25 കോടി. ആ 25 കോടി 100% നടപ്പിലാക്കി. ആ നടപ്പിലാക്കിയതിനെ സംബന്ധിച്ച് സോഷ്യൽ ഓഡിറ്റിംഗ് പ്രഖ്യാപിച്ച MP-യാണ് ഇന്നസെന്റ്. 1. 2, തൻ്റെ 5 കൊല്ലക്കാലത്തിനിടയിൽ താൻ നേരിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഒപ്പം ഈ നാടിൻ്റെ ഏത് മുക്കിലും മൂലയിലും ജനങ്ങളുടെ ആഗ്രഹത്തിനും അഭിലാഷത്തിനും ആവശ്യത്തിനുമനുസരിച്ച് MP ഏറ്റെടുക്കേണ്ടുന്ന പദ്ധതികളെ സംബന്ധിച്ച് ഏതു പൗരനും ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം എന്ന് പറഞ്ഞ് ഓൺലൈനിൽ അതിനുള്ള സംവിധാനമുണ്ടാക്കി, മാധ്യമങ്ങളിലൂടെ അതിനുള്ള സംവിധാനമുണ്ടാക്കി. ചരിത്രത്തിലാദ്യമായി, കേരളത്തിൽ ആദ്യമായ ഒരു MP പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചത് ചാലക്കുടിയിലാണ് എന്ന കാര്യം മറക്കരുത്. 3ാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞല്ലോ അവിടെ മുനിസിപ്പാലിറ്റി, ഇവിടെ പഞ്ചായത്ത്, അവിടെ MLA-മാർ. MP-യുടെ ലെറ്റർ പാഡിൽ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യത്തെ മുൻനിർത്തി സംസ്ഥാന ഗവൺമെന്റിൽ ഒരു പദ്ധതി എഴുതി കൊടുത്താൽ ആ പദ്ധതി ബന്ധപ്പെട്ട വകുപ്പ് പരിശോധിച്ച്
അത് ഫീസിബിൾ ആണെന്ന് കണ്ട് അതിന് കിഫ്ബിയുടെ അംഗീകാരത്തിന് സമർപ്പിച്ചാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കിഫ്ബി സംവിധാനം അതിന് ഫണ്ട് അനുവദിച്ചാൽ ഏത് MLA ഉള്ള മണ്ഡലമാണെങ്കിലും അത് MP-യുടെ പദ്ധതിയാണ് എന്ന കാര്യത്തിൽ ഷിയാസെ ഒരു സംശയം വേണ്ട. ആ പദ്ധതി കേരളത്തിലെ ഗവൺമെന്റിന് ഞാൻ പറയട്ടെ ഷിയാസെ, സീപോർട്ട് എയർപോർട്ട് റോഡ്, അങ്കമാലി ബൈപ്പാസ്, കാലടി അങ്കമാലി ടെക്നോളജി സെന്റർ, ഈ പറയുന്ന കോടിക്കണക്കിന് നിങ്ങൾ പറഞ്ഞ 1780 1700 പരം കോടി രൂപയുടെ ഈ പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. ഗവൺമെന്റിന്റെ പദ്ധതിയാണോ ചുമതല എന്ന് പറയുന്നത്? സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് പദ്ധതി രൂപീകരിപ്പിക്കലാണോ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് പദ്ധതി രൂപീകരിപ്പിക്കലാണോ? ഈ രണ്ട് ചോദ്യത്തിനുള്ള ഒരു മറുപടി MP ചെയ്ത പദ്ധതിയുടെ ഒരു പദ്ധതിയുടെ പടം നിങ്ങൾക്കൊന്ന് എടുത്തു കാണിക്കാം. ഒരു നുണ ഞാൻ കേട്ടോ, ഒരു നുണ 1001 പ്രാവശ്യം ആവർത്തിച്ചാൽ ബഹുജനങ്ങൾ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഗീബൽസിയൻ പ്രചരണ തന്ത്രം ഇനി ഈ നാട്ടിൽ നടപ്പാവില്ല. ഷിയാസെ, എനിക്ക് പൊതുവായ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക ചായ്വൊന്നുമില്ല. 2016 ഡിമോണറ്റൈസേഷന് ശേഷം പാപ്പരായ ഒരു ബിസിനസ്സുകാരനായി എനിക്ക് ഈ രണ്ട് പാർട്ടികൾ, അതായത് BJP എന്ന കാളസർപ്പത്തെ വളരാൻ അനുവദിച്ചത് സെൻട്രലിലെ UDF-ഉം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കാരണം ഞാൻ പറഞ്ഞു കഴിയട്ടെ, ഓക്കെ, എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, അതായത് ഇത്രയേറെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, റോഡിന്റെ ഡെവലപ്മെന്റ് മാത്രമല്ല, അത് നല്ല രീതിയിൽ ടാറിങ് നടത്തി അടുത്ത കൊല്ലത്തേക്ക് ടാറിങ് നടത്തേണ്ട ആവശ്യമില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നത്തെ അൺഎംപ്ലോയ്മെന്റ് റേഷ്യോ അതായത് 2014 ശേഷം ഏകദേശം 2% കൂടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംയുക്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. കാരണം BJP എന്നുള്ളൊരു ടീമിനെ വീണ്ടും വളർത്തി വലുതാകണേക്കാളും നല്ലത് അതുകൊണ്ട് ഇവരോട് ചോദിക്കാനുള്ളത് അതാണ്. അതായത് നാട്ടിലെ ഈ പ്രശ്നങ്ങൾ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗരേഖ ഇവരിലുണ്ട്. കാരണം ഞാൻ പറയാനുള്ള ഒരു കാര്യം പറഞ്ഞുതരാം മാഡം തിരുവരെ. അതായത് 2014 ഇലക്ഷന് മുമ്പ് KP ധനപാലൻ MP യാഥാർത്ഥ്യമാക്കിയ അണ്ടർ ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലക്സ് ഞാൻ കണ്ടിരുന്നു. ഇന്ന് വരെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത് ആ അടിപ്പാതയാണ്. ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ വികസന റിപ്പോർട്ടിൽ അത് പറയുന്നുണ്ട്. ശരി, മറുപടി എന്താണ്? ഈ തൊഴിലില്ലായ്മ അടക്കമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടാവും. തൊഴിലില്ലായ്മ പരിഹരിക്കണം എന്ന അദ്ദേഹത്തിന്റെ ആവശ്യം വളരെ ന്യായയുക്തമായ ആവശ്യമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി നാനാവിധത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് തൊഴിൽ നൽകുന്നത്. ഞാനൊരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചെയർമാനാണ്. അങ്കമാലി ടെൽക്ക് പവർ ട്രാൻസ്ഫോമർ ഇൻഡസ്ട്രിയാണ്. പവർ ട്രാൻസ്ഫോമറാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. എനിക്ക് നിങ്ങളോട് സത്യസന്ധമായി പറയാൻ കഴിയും, 100-ലധികം തൊഴിലന്വേഷകർക്ക്, അത് എഞ്ചിനീയറിംഗും ഡിപ്ലോമയും പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് ഇതിനോടകം ആ സ്ഥാപനത്തിൽ മാത്രമായി തൊഴിൽ കൊടുത്തുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചതാണ് ഈ നാട്. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് താങ്കൾ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ അംഗീകരിച്ച് തൊഴിലില്ലായ്മയുടെ രൂക്ഷത കുറയ്ക്കുന്നതിന് വേണ്ടി ഫലപ്രദമായ നടപടികളുമായി മുന്നോട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ തുഗ്ലക് പരിഷ്കാരമായിരുന്നു ഈ നോട്ട് നിരോധനം. നോട്ട് നിരോധനം മാത്രമല്ല, 2 കോടി തൊഴിലവസരങ്ങൾ ഓരോ വർഷവും സൃഷ്ടിക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം കഴിയുമ്പോൾ നാഷണൽ സാമ്പിൾ സർവേയുടെ റിപ്പോർട്ട് പ്രകാരം അതിന്റെ സെക്രട്ടറി അതിനെതിരായി സംസാരിച്ചിട്ടുണ്ട്. അവർ തന്നെ ഇവിടെ തൊഴിലന്വേഷകരുടെ എത്ര ശതമാനം വർദ്ധിതരായിട്ടുള്ള ആളുകളുണ്ട് എന്ന് കണക്ക് പോലും മറച്ചുവെക്കപ്പെടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോലും. തീർച്ചയായും ഞങ്ങൾ പറയുന്നത് ന്യായ് പദ്ധതിയിലൂടെ, അതുപോലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ, കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അഭ്യസ്തവിദ്യരായവർക്കും അഭ്യസ്തവിദ്യരല്ലാത്തവർക്കും സ്കിൽഡ് ആയിട്ടുള്ളവർക്കും ജോലി ലഭിക്കാൻ കഴിയുന്ന പുതിയ മേഖലകളെ കണ്ടെത്താൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് വരുമ്പോൾ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്ത ഒരു കാര്യം, ഈ പ്രളയ സമയത്ത് കേട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് MP യെ കാണാനില്ലായിരുന്നു എന്നൊരു ആരോപണമാണ്.
അപ്പൊ ഇവിടുത്തെ നാട്ടുകാർക്ക് ഈ പ്രളയം ഏറ്റവും കൂടുതൽ നേരിട്ടൊരു സ്ഥലമാണ് ചാലക്കുടി. ആ സമയത്ത് MP-യുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഉണ്ടായത് എന്നത് നാട്ടുകാർക്ക് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? MP-യെ കാണാൻ ഉണ്ടായിരുന്നു ആ സമയത്ത്? അതെ, ഇവിടെ പ്രളയം വന്നപ്പോഴില്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധി ഇവിടെ വിആർപുരം കോളനിയിൽ വന്നു. സാക്ഷാൽ രാഹുൽ ഗാന്ധി വിആർപുരം കോളനിയിൽ ചാലക്കുടിൽ വന്നു. ഈ ഇന്നസെന്റിനെ ഇവിടെ കണ്ടിട്ടില്ല. കണ്ടു എന്ന് ഇവിടെ ആരെങ്കിലും പറയട്ടെ? ഏഴാമത്തെ ദിവസം എന്നോട് പറയണ്ട. ഏഴാമത്തെ ദിവസം അന്ന് ഞാനുണ്ടായിരുന്നു. ഏഴാമത്തെ ദിവസം സമയം കഴിഞ്ഞിരിക്കുന്നു. ശരി, നമ്മുടെ സമയം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇല്ല, സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ, കണക്കുകൂട്ടലുകൾ ഇതെല്ലാം മുന്നണികളും സ്ഥാനാർത്ഥികളും നടത്തിക്കൊണ്ടേയിരിക്കും. പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരാഴ്ച മാത്രം ബാക്കി. ആർക്കാണ് ജനം വോട്ട് രേഖപ്പെടുത്തുക എന്നറിയാൻ 1 മാസമുണ്ട് ബാക്കി. വേർഡിക്റ്റ് വീണ്ടും അടുത്ത